നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലുൽ സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിയ്യത്ത് വേണ്ട എഴുതിച്ചോ കൊടുത്തു. നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോൾ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ? ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്ത്? ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കൊടുത്തത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അത് ബാക്കിയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികളെ, മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം ജബലോളം പർവ്വതത്തോളം അള്ളാഹു വളർത്തിത്തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ത്വയ്യിബ്, നല്ലത്, നല്ല ത്വയ്യിബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? ഒരുപാട് മാമൂലുകൾ. കുട്ടികൾക്ക് അഖീഖത്തറക്കൽ സുന്നത്താ. അപ്പൊ എത്ര? 4 പോത്ത് 5 പോത്ത്. എന്തിനാ സംഭവം എന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കാൻ. ഇത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത് തീർന്നു. ചില ഉമ്മാർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഉണ്ടാവും. എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത്. എന്തിനാ? അല്ലാഹു ലാ യനാല അല്ലാഹു